കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിനടുത്ത് ഇരിക്കൂർ ഇരിട്ടി സംസ്ഥാന പാതയിൽ പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കുഴിയൂർ എന്ന പ്രദേശത്ത് വളപട്ടണം നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സുന്ദരമായ അണക്കെട്ടാണ് പഴശ്ശി അണക്കെട്ട്. കുഴിയല്ലൂർ എന്ന പ്രദേശത്തുള്ളതിനാൽ കുഴിയല്ലൂർ അണക്കെട്ട് എന്നും പേര് പറയാറുണ്ട്. ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാന ജലസേചന പദ്ധതി എന്ന നിലയിലാണ് പഴശ്ശി ജലസേചന പദ്ധതി അണക്കെട്ട് നിർമ്മാണം ആരംഭിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ എല്ലാ ഭാഗത്തേക്കും കൂടാതെ മയ്യഴി അഥവാ മാഹി പ്രദേശത്തേക്കും കാർഷിക ആവശ്യത്തിനായി ജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ ഈ അണക്കെട്ടിൽ നിന്ന് കൃഷി ആവശ്യത്തിന് ജലം നൽകുന്ന കാര്യത്തിൽ വൻ പരാജയമായിരുന്നു സംഭവിച്ചത്. ഇപ്പോൾ ഇത് കുടിവെള്ളം ശേഖരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും മാത്രമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പണിത ജലസേചന കനാലുകളിൽ പലതിലും ഒരിക്കൽ പോലും ജലം ഒഴുകിയിരുന്നില്ല. കുടക് മലകളിൽ നിന്നും വയനാടൻ കാടുകളിൽ നിന്നും ഒഴുകി വരുന്ന വളപട്ടണം പുഴയ്ക്ക് കുറുകെയാണ് ഈ അണക്കെട്ട്. ഇതിൻ്റെ ഒരു കര ഇരിട്ടി താലൂക്കിലെ കുഴിയല്ലൂർ പ്രദേശത്തും മറുകര ഇരിട്ടി താലൂക്കിലെ വെള്ളിയാമ്പറിയുമാണ്. കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗത്തിലേക്ക് കുടിവെള്ള വിതരണം നടത്തുന്നതിന് പദ്ധതിയുടെ സംഭരണി പ്രദേശത്ത് പ്രത്യേക കിണറുകളും പമ്പിങ്ങുകളും സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ജപ്പാൻ സഹായത്തോടെയുള്ള പട്ടുവം കുടിവെള്ള പദ്ധതി, കണ്ണൂർ ടൗണിൽ കുടിവെള്ളം എത്തിക്കുന്ന കൊളച്ചേരി പദ്ധതി, തലശ്ശേരി പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുന്ന അഞ്ചരക്കണ്ടി പദ്ധതിക്ക് വേണ്ടി വരുന്ന അധിക ജലം നൽകുന്ന പദ്ധതി തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ ഈ അണക്കെട്ടിന് അനുബന്ധമായി പ്രവർത്തിക്കുന്നു. 2012 ആഗസ്റ്റ് മാസത്തിലെ ശക്തമായ മഴക്കാലത്ത് അണക്കെട്ടിൻ്റെ ചീർപ്പുകൾ തുറക്കാൻ താമസിച്ചതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇരിട്ടി പട്ടണത്തിലെ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. കൂടാതെ അണക്കെട്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയും എന്ന ഘട്ടം വരെ എത്തുകയുണ്ടായി. പടിഞ്ഞാറ് ഭാഗത്തെ പൂന്തോട്ടങ്ങളും മറ്റ് നിർമ്മിതികളും വെള്ളത്തിൻ്റെ കുത്തൊഴുകിൽ തകർന്നു. പിന്നീടിതുവരെയും അവ പുതുക്കി പണിതിട്ടില്ല. പഴശ്ശി ഡാമിൻ്റെ കുറുകെ ചെറിയ തുരുത്തുകൾ കടന്നുപോകുന്നു. പുതുതായി നിർമ്മിച്ച പൂന്തോട്ടങ്ങളും ഉല്ലാസ ഉദ്യാനവും വിനോദസഞ്ചാരികൾക്ക് പ്രിയങ്കരമാണ്. പഴശ്ശിയിലെ ബുദ്ധമല, പഴശ്ശിരാജയുടെ പ്രതിമ എന്നിവയാണ് അടുത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. പഴശ്ശി സാഗർ മിനി വൈദ്യുത പദ്ധതി. പഴശ്ശി അണക്കെട്ടിന് പടിഞ്ഞാറ് ഭാഗത്ത് അണക്കെട്ടിലെ ജലം ഉപയോഗിച്ചുകൊണ്ട് 6 മെഗാവാട്ട് ടൺബൈൻ ഉപയോഗിച്ച് ഒരു മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വാർഷികോൽപാദനം 25.8 MU ആണ് ഉദ്ദേശിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളം, ഇരിക്കൂർ, മട്ടന്നൂർ, തളിപ്പറമ്പ്, പേരാവൂർ നിയോജക മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് ഇത്